എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ തെരുവിൽ പോയി നായ പോലെ തൊള്ളയിടുന്നത്? ഞാൻ ആ വ്യക്തിക്ക് മറുപടി കൊടുത്തത് രണ്ട് ഡയലോഗ്. ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാ. ജന്മനാടിലെ ഈ ഭാരത മണ്ണിലെ ഒരു തരി മണ്ണെടുത്ത് വിദേശികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഒരു ഇന്ത്യക്കാരനാണെന്നും പറയാൻ അർഹതയില്ല. മനസ്സിലായില്ല? ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ രഹസ്യം വിദേശികൾക്ക് ചോർത്തി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഉമ്മാനും ബാപ്പാനും വിറ്റ പോലെയാണ്, നമ്മുടെ വീട്ടിലെ രഹസ്യം അവർക്ക് കൊടുത്ത പോലെയാണ്. അത് ചെയ്ത പോലെ ജീവിച്ചാൽ കൊമ്പനെ പോലെ തന്നെ ജീവിക്കണം. 10 ദിവസം ജീവിച്ചാൽ മതി. എന്തിനാ അലവലായതായിട്ട് 100 ദിവസം ജീവിക്കണം? ഒറ്റ ദിവസം മതി. 68 വയസ്സായി എൻ്റെ ശരീരം ഞാൻ സൂക്ഷിക്കുന്നുണ്ടാണ്. എനിക്ക് കള്ളും ചാരായും ബീഡി സിഗരറ്റ് ആൻസ് പാൻപറാക്കി ഇതൊന്നും ഇല്ല. എൻ്റെ മക്കൾക്കും അതില്ല. വരുന്ന തലമുറകളെ ഞാനിങ്ങനെ പറയും. 10 എണ്ണത്തിനെ പറഞ്ഞിട്ട് ഒരു 5 എണ്ണം നേരാകാണെങ്കിൽ ഞാൻ ചെയ്ത പുണ്യാണെന്ന് കരുതും. അത്ര തന്നെ. ഇതാ അവനാൻ്റെ കയ്യിൽ ഏതായാലും ബക്ഷീസ് കിട്ടി കൈനേട്ടം. ഈ പൈസ ഞാൻ പറയുന്ന പോലെ ചെയ്യും. ഏത് തൊഴിലും ചെയ്യാം, 2-3 തൊഴിലും മാത്രം ചെയ്യരുത്. എന്താ കന്നുമേച്ചാൽ എന്താ ചിലവർ പറയും കന്നുമേക്കണ തൊഴിലും മാനക്കേടാണോ? ഞാൻ ഡിഗ്രി വരെ പഠിച്ച ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകം കച്ചവടം ചെയ്തിട്ടുണ്ട്, മേച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ കന്നുകാലിയെ മേഞ്ഞ് നടന്നിട്ടുണ്ട്. അത്ര വലിയ പേർ പ്രസിദ്ധമുള്ള ആൾക്കാർ ആ പണി ചെയ്യുകയാണെങ്കിൽ നമ്മളെപ്പോലെ സാധാരണ മുമ്പിൽ നമ്മൾ തീട്ടം പോലെയല്ലെന്താ കക്കരുത്, കൂട്ടിക്കൊടുക്കരുത്. മര്യാദയ്ക്ക് ജീവിക്കണമെങ്കിൽ തീട്ടം പോയാലും ശരി ജീവിച്ച് കാണിച്ചു. എന്താണ് അഭിപ്രായം? ഇതാ ഇവിടെ നോക്കി കുറച്ച് കറക്റ്റ് മുമ്പുണ്ട്. ഇവിടെ ദൂരമാണ്, കുറച്ച് ഓടത്തിൽ വേണം. വേണ്ട എന്ന് പറയില്ല. തെണ്ടിത്തരം ചെയ്ത അടി കിട്ടുന്നൊരു പേടി ഉണ്ടെങ്കിൽ അവൻ്റെ ജീവിതം നന്നാവുള്ളൂ. മനസ്സിലാക്കണം. 4 എണ്ണം കിട്ടിയാൽ നന്നാകാനേ ഉള്ളൂ. ഒരു കത്തി കരുവാൻ ഉണ്ടാക്കുമ്പോൾ അത് ഇരുമ്പ് മാത്രം വെറുതെ കത്തി ആവില്ല. ഒതുങ്ങാത്ത സാധനത്തിന് അടുപ്പിലിട്ട് കാച്ചി ചിട്ടി കൊണ്ട് അടിച്ച് ടെമ്പറാക്കിയാൽ അവൻ അത് ഉപയോഗിക്കാൻ പറ്റുന്നു അല്ലേ? അതേപോലെ തന്നെ എന്ത് കാര്യങ്ങളും നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ശരിയില്ലാത്തവർക്ക് പറഞ്ഞു കൊടുത്താലും കേട്ടിലാക്കണം. അതിനൊക്കെ നമ്മൾ ലാളിച്ച് നമ്മുടെ മക്കളെ നമ്മളായിട്ട് കേട് വരുന്നത്, അല്ലെങ്കിൽ നമ്മളെന്നെ കേട് വരുത്തുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, വീട്ടിൽ പഞ്ചാരയില്ല. മോനെ അപ്പുറത്തെ വീട്ടിലേ ഒരേ പാത്രം പഞ്ചാര കടം ചോദിച്ചിട്ട് കേട്ടോ, അമ്മ നാളെ റേഷൻ പടിയെന്ന് കടം മാറ്റി പഞ്ചാര. അപ്പൊ കടം വാങ്ങിച്ച തരും എന്നുള്ളത് ആ കുട്ടിക്ക് ഞാനാ പഠിപ്പിക്കുന്നത് അല്ലേ? യൂട്യൂബിലൊക്കെ ഓടുന്നതൊക്കെ സൂക്ഷിക്കണം. എൻ്റെ ഡയലോഗ് പബ്ലിക്കായതുകൊണ്ട് കടസാൻ കൊണ്ടസാൻ വരും. അതൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് വിട്ടേക്കണം കേട്ടോ. എന്താ അറിയോ, ചീത്ത പേരെടുക്കാൻ 1 സെക്കൻഡ് മതി. നല്ല പേരെടുക്കണമെങ്കിൽ ഞാൻ ഒരുപാട് പാടുപെടണം. കണ്ടില്ലേ? അതൊക്കെ റിപ്പോർട്ടുകളാണ്. കളികൾ കണ്ടോളി. കുറച്ചുകൂടി അടുത്ത് വരും മക്കൾ. ഇതിൻ്റെ ശരിക്കും വരും.